നിങ്ങളുടെ കുട്ടി ഫോണിൽ റീൽസ് ആണോ ഏറ്റവും കൂടുതൽ കാണുന്നത്? എങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണം. കാരണം റീൽസിൽ ഒരേ സമയം ഒരുപാട് ഇമോഷൻസ് ഒരുമിച്ച് കൺവേ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ബ്രെയിനിന് ഇത്രയധികം ഇമോഷൻസ് ഒരേ സമയം അഡാപ്റ്റ് ചെയ്യാനുള്ള വളർച്ച എത്തിയിട്ടില്ല. ഇത് ആ കുട്ടിയിൽ ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള സ്റ്റേജിലേക്ക് എത്തിക്കും. അമിതമായിട്ടുള്ള റീൽസിന്റെ ഉപയോഗം ആ കുട്ടിയുടെ ഇമോഷണൽ ഇംബാലൻസിനെ താറുമാറാക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻ. അതായത് റീൽസ് തുടർച്ചയായി കാണുന്ന ഒരു കുട്ടിക്ക് സെക്കൻഡുകൾ മാത്രമാണ് ശ്രദ്ധ കിട്ടുകയുള്ളൂ. ഇത് കുട്ടിയുടെ പഠനത്തെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യം വേറെ പറയേണ്ടതില്ലല്ലോ. അടുത്ത ഒരു പ്രശ്നമാണ് റാൻഡംലി റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹാംഫുൾ കണ്ടന്റുകൾ, അതേപോലെ തന്നെ സെക്ഷൽ കണ്ടന്റുകൾ ഒക്കെ കുട്ടി കാണാനുള്ള സാധ്യത കൂടുതലാണ്. തൻ്റെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ നിരന്തരം കാണുന്ന ഒരു കുട്ടിയുടെ ഇമോഷണൽ ലെവല് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ ആവശ്യത്തിലധികമായിട്ടുള്ള ഫീലിങ്സുകളും ഇമോഷൻസുകളും കുട്ടിയിലേക്ക് എത്തിക്കുകയാണ് റീൽസിലൂടെ ചെയ്യുന്നത്. ഇത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സ്ലോ ആക്കുകയും വെർച്വൽ ഓട്ടിസം പോലെയുള്ള കാര്യത്തിലേക്ക് കുട്ടിയെ എത്തിക്കുകയും ചെയ്യും. മറ്റൊന്നാണ് ഡോപ്പമിൻ ലൂപ്പ്, അതായത് ഡോപ്പമിന്റെ ട്രാപ്പ്. റീൽസ് ഒരു തരം അഡിക്ഷൻ ആണ്. ഇതൊരു ശീലമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. നെഗറ്റിവിറ്റിയാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വൈറൽ കണ്ടന്റുകളിൽ അധികവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇത് കുട്ടിക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു തോന്നലും കൂടി കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കും. കുട്ടിയുടെ മാനസികമായ വികാസത്തെ വളരെ അപകടകരമായിട്ടാണ് റീൽസുകൾ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് റീൽസ് അമിതമായിട്ട് കാണുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരിക തന്നെ വേണം.